ക്യാരറ്റ് ചിപ്സ് തിന്നിനാ നിങ്ങൾ, അതും പൂ പോലത്തെ ക്യാരറ്റ് ചിപ്സ് നമ്മുടെ എയർ ഫ്രൈ. കുറെ നാളായിട്ട് തന്നെ അടുക്കളയിൽ കയറിയിട്ട് കുക്കിംഗ് വീഡിയോസോ എയർ ഫ്രൈ റെസിപ്പീസോ എന്ത് ഇടാത്തെന്ന് വെച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. സോറി, മെസ്സേജുകളല്ല, ഭീഷണികളാണ് വരുന്നത്. താല്പര്യം ഇല്ലാത്തോണ്ടല്ല, സമയം കിട്ടാത്തോണ്ടാണ്. ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ആയിട്ട് ക്യാരറ്റ് ചിപ്സ് അങ്ങ് ഇട്ടുണ്ടാക്കാന്ന്. അപ്പൊ 2 ക്യാരറ്റ് എടുക്കാൻ തൊലി കളയാ, ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുക, എന്നിട്ട് സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തതിനാ പൂ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്യുന്നതെല്ലാം പൂ പോലെ തന്നെ കിട്ടൂട്ടാ. പണ്ട് ചൈനീസിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ടോപ്പ് ഗിയർ ഷെഫ് പഠിപ്പിച്ചെന്ന ഐഡിയ ആണ്. ഇതുപോലെ പല മൃഗങ്ങളെയും പക്ഷികളെല്ലാം ഷേപ്പിലാക്കി എടുക്കാൻ പറ്റൂട്ടാ. അതെല്ലാം ഒരു കഴിവ്. പുറത്താണെങ്കിൽ തീ പാറുന്ന മഴ. ഈ മഴയത്ത് ഈ ഒരു തണുപ്പത്ത് നല്ല ചൂടുള്ള ക്രിസ്പി ക്യാരറ്റ് ചിപ്സ് തിന്നാൻ വേണ്ടി ഞാനും എന്റെ മക്കളും കാത്തു നിൽക്കുന്നുണ്ടായിട്ടാ. അങ്ങനെ ഉപ്പും കുരുമുളകോടും കുറച്ച് പാപ്രിക്ക പൗഡറും കൂടി ഇട്ടിട്ട് നമുക്കത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. 180-ൽ 10 മിനിറ്റ് ആയിട്ട് വെക്കേണ്ടത്. ഇതുവരെ പെർഫെക്റ്റ് അല്ലേ? എത്ര ആശിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷേപ്പ് നോക്കി കിടക്കുന്ന കോലം കണ്ട. ഇങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ, കാരണം എല്ലാരും ഉണ്ടാക്കിയപ്പോ ശരിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയപ്പോ എന്താ പറ്റിയെന്നൊക്കെ അറിയില്ല. പാവന്റെ മക്കള് വെറൈറ്റി തിന്നാന്ന് വിചാരിച്ച് കാത്തു നിന്നതാ. ഈ വീഡിയോ എന്തായാലും നഷ്ടമൊന്നുമല്ല. ടയർ ഫ്രയറിലൊന്നും സംഭവിച്ചില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊളാവുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊന്ന് തിന്നിട്ട് അഭിനയിക്ക്, പാങ്ങുണ്ട് പറയാൻ. സൂപ്പർ എന്ന് പറഞ്ഞാൽ മതി, എല്ലാരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ പറ്റൂല? 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല.